സുഹൃത്തുക്കളെ, അങ്ങനെ വിസ്മയ മോഹൻലാലിന്റെ സിനിമ നമ്മുടെ നാട്ടിലത്തെ എല്ലാ BJP സംഘപരിവാര അനുകൂല സംഘടന എല്ലാവരും കൂടിയിട്ട് വിജയിപ്പിച്ചു കൊടുത്തു എന്ന് തന്നെ നമ്മൾക്ക് കരുതാം. സൂപ്പർ മൂവി, വിസ്മയം പൊളിച്ചു. കാരണം വിസ്മയ മോഹൻ എന്ന് പറയുന്ന മോഹൻലാലിന്റെ രണ്ട് മക്കൾ ഒരാളുടെ വിസ്മയ, അവരൊക്കെ മായ എന്ന് എന്തൊക്കെ വിളിക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ആ ഒരു CJP സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നല്ല പ്രതികരണം നടത്തിയത്. സത്യം പറഞ്ഞാൽ മോഹൻലാൽ ഇല്ലാത്ത മകനില്ലാത്ത ഒരു ആർജവം തന്നെയാണ് വിസ്മയ എന്ന് പറഞ്ഞ പെൺകുട്ടി കാണിച്ചത്. സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്, സംസാരിക്കാനൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ്. അതിനകത്തുള്ള എല്ലാ ചേഷ്ടകളും അവര് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. എന്തൊക്കെയായാലും അവര് ഇങ്ങനെ സംസാരിച്ച സമയത്ത് ശക്തമായിട്ട് അതിനെ എതിർത്തൊരാളായിരുന്നു രവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേജർ രവി. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. അത് മോഹൻലാലിനെ കൊണ്ട് കുറെ രാജ്യസ്നേഹ സിനിമകളൊക്കെ എടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ഇപ്പോൾ അത്യാവശ്യം സംഘിപ്പട്ടം കിട്ടുകയും എന്നാൽ സംഘിയായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മേജർ രവി എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPക്ക് വേണ്ടിയിട്ട് എങ്ങാണ്ടൊക്കെ പ്രവർത്തിക്കുകയും മത്സരമൊക്കെ ചെയ്തിട്ട് നന്നായിട്ടൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ആയിക്കോട്ടെ, സംഗീത അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. പക്ഷേ അത് വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്, ആ കുട്ടിക്ക് രാഷ്ട്രീയ ബോധ്യമില്ലാത്തതുകൊണ്ടാണെന്നുള്ള വർത്തമാനം ആയിരുന്നു നമ്മുടെ മേജർ രവി അന്ന് വിസ്മയ മോഹനെ കുറിച്ച് പറഞ്ഞിരുന്നത്. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. വളരെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നീട് വിസ്മയയുടെ ഒരു ഗംഭീര സിനിമ അന്ന് അപ്പോഴത്തേക്കും എന്താണ് പുറത്തു വന്നിട്ട് ട്രെയിലറും ടീസറൊക്കെ പുറത്തു വന്നായിരുന്നു. തുടക്കം എന്നാണ് സിനിമ. ഇന്നാണ് ആ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. ആ സിനിമ കാണില്ല, അത് കാണാൻ പാടില്ല. രാജ്യവിരോധിയായിട്ടുള്ള, ഇന്ത്യയോട് ഭാരതത്തിനോട് സ്നേഹമില്ലാത്ത, വിദേശത്ത് മാത്രം പഠിച്ചിട്ട് ഇനി ഭാവിയിൽ ഏതെങ്കിലും മാപ്പിള കെട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള വിസ്മയയെ അവരുടെ സിനിമ ആരും കാണരുത് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗണ്ടയായിരുന്നു മുന്നോട്ട് വെച്ച് നമ്മുടെ സംഘപരിവാർ ഹാൻഡിലുകൾ. സംഗതി നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഏതെങ്കിലും ഒരു സിനിമയെ സംഘപരിവാരുകാര് എതിർത്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയെ വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ആളുകളൊക്കെ ഇറങ്ങും. ഇനി സൂപ്പർ മൂവി, വിസ്മയം പൊളിച്ചു. സ്റ്റണ്ടൊക്കെ അടിപൊളി. അതിന്റെ ഒരു രഹസ്യമായിട്ടുള്ള വല്ല പദ്ധതി ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ആന്റണി പെരുമ്പാവൂരിന്റെ മകനും മോഹൻലാലിന്റെ മകളും കൂടി അഭിനയിച്ച സിനിമയായിരുന്നു. രണ്ടുപേർക്കും ഏറെ കാലമായിട്ട് രണ്ടുപേർക്കും പരസ്പരം അറിയാവുന്ന രണ്ടുപേര്, രണ്ട് നെപ്പോ കിഡുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രണ്ട് നെപ്പോ കിഡുകൾ സിനിമയിലേക്ക് എത്തുന്നു. പക്ഷേ മോശമാക്കിയില്ല. നെപ്പോ കിഡ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് തള്ളിക്കളയാമെങ്കിലും നല്ലതായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടും. അവര് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്നുള്ള വേണമെങ്കിൽ നമുക്ക് ദുൽഖറിനെ നെപ്പോ കിഡ് എന്നൊക്കെ പറയാം. എന്ത് നെപ്പോ കിഡാണെങ്കിലും നല്ലതുപോലെ അഭിനയിച്ചിട്ടില്ല എങ്കിൽ കേരളീയര് അവരെ സിനിമ കാണില്ല. വേണമെങ്കിൽ നമുക്ക് മോഹൻലാലിന്റെ മകൻ എടുക്കാം. അദ്ദേഹത്തിന് രണ്ടാമത്തെ സിനിമ എങ്ങാണ്ട് ഭയങ്കര ഫ്ലോപ്പ് സിനിമയായിരുന്നു. മലയാളികൾ കണ്ടില്ല, ആളുകളൊക്കെ ചീത്ത പറഞ്ഞു പോയി. പിന്നീട് നല്ലതുപോലെ അഭിനയിക്കുമ്പോൾ മാത്രമാണ് ഏത് നെപ്പയാണെങ്കിലും മലയാളികൾ അംഗീകരിക്കുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. എന്തായാലും അവസാനമായിട്ട് നമ്മുടെ സിനിമാ സംവിധായകനും ഒപ്പം ഗംഭീരമായിട്ട് ഒരു യൂട്യൂബറുമായിട്ടുള്ള ഇദ്ദേഹം സംഘപരിവാറിനെ കുറിച്ചിട്ടും ഒപ്പം തന്നെ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സിനിമ ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷ സംഘടനകളും കണ്ടു വിജയിപ്പിക്കണം. കേരളത്തിലെ DYFI, യൂത്ത് കോൺഗ്രസും എല്ലാവരും പോയി, പിള്ളേരെല്ലാം പോയി ഈ പടം കാണണം. കാരണം മേജർ രവി പോലെ വിവരം കേട്ട ഒരുത്തം പറഞ്ഞതിന് മറുപടി കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. അത് ആന്റണി പെരുമ്പാവൂരിന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അതൊരു ലക്ഷ്യമാണ്. കാരണം ഇവിടുത്തെ സംഘപരിവാരുകാർ തീരുമാനിച്ചാൽ തകരുന്നതല്ല ഒന്നും എന്ന് നാട്ടുകാര്, ഇവിടുത്തെ ഇടതുപക്ഷക്കാരെങ്കിലും ബോധ്യപ്പെടുത്തണം എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. അത് വലിയ വിജയമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. മലയാളി അത്ര മണ്ടനൊന്നുമല്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മാത്രം അച്ഛൻ്റെ വകയൊന്നുമല്ല. രാജ്യസ്നേഹം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ള രാജ്യസ്നേഹം. മേജറെ പോലെ ഒരു പൊട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ചുട്ട മറുപടി കൊടുക്കണം മലയാളി. അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. തന്റെ ചാനലിൽ പറഞ്ഞ വാചകങ്ങളൊക്കെ ഭയങ്കര രസമാണ്. എടാ, നീയൊന്നും ജനിക്കുന്നതിന് മുമ്പ് അറിയണം നമുക്ക് ഈ രാജ്യത്തിനെ.
നിങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല രാജ്യസ്നേഹം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ പാർട്ടിയുടെ അധികാരത്തിൽ കയറിയതിനു വേണ്ടി ശേഷം മാത്രമാണ് രാജ്യസ്നേഹം ഇവിടെ ഉണ്ടായത് എന്ന ചിന്താഗതിയായിട്ട് നടക്കരുത്. ഞാനും നിങ്ങളടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ജനിച്ചതാണ്, ഇവിടെ തന്നെ മരിക്കുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ രാജ്യസ്നേഹമുള്ള ആളുകളാണ് എന്ന രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായാലും ആ സിനിമ ഏകദേശം വിജയിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നത്. നല്ല കാര്യം തന്നെ പറയുന്നു. ഒരു പുതിയ നടന്മാർ കൂടി മലയാള സിനിമയിലേക്ക് വരട്ടെ. ജനറേഷൻ കണ്ടിരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗേൾസ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. സൂപ്പറായിട്ട് നല്ല പടം, നല്ല അടിപൊളി പടം. മോഹൻലാലിന്റെ മകളായാലും മോഹൻലാലിന്റെ മകനായാലും നന്നായിട്ട് അഭിനയിച്ചാൽ മാത്രമാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ സാധിക്കുള്ളൂ. ഇവൻ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും നല്ലതുപോലെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും. നമ്മുടെ തിയേറ്ററിൽ ആ സിനിമക്ക് പക്ക ഫ്ലോപ്പായി പോകും. അത് മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയായാലും ഏത് മഹാന്റേതായാലും മലയാളികൾക്ക് സിനിമ ഇഷ്ടമായില്ലെങ്കിൽ തള്ളിക്കളയുമെന്നതാണ്. അതേപോലെ തന്നെയാണ് നടന്മാര് നല്ലപോലെ ആദ്യൊരു സിനിമയ്ക്കൊക്കെ വേണമെങ്കിൽ മോഹൻലാലിന്റെ മകൾ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയല്ലേ, ഒന്ന് കണ്ടു നോക്കി കളയാം എന്ന രീതിയിലൊക്കെ സിനിമ കണ്ടു എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ തുടർന്ന് അങ്ങോട്ട് ഇത് കാണണമെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അഭിനയിക്കാൻ എന്നെ വേണം, നാട്ടുകാർക്ക് അത് ഇഷ്ടമാവുക എന്നെ വേണം. അപ്പോൾ ഒരു സിനിമ എന്തായാലും ഇവന്മാരൊക്കെ കൂടി സഹായത്തിൽ വിജയിച്ചു എന്നും പറയുന്ന ആൾക്കാരുണ്ട്. ഞാനെന്തായാലും സിനിമ കണ്ടിട്ടില്ല, വിജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അല്ലേ? കണ്ടവരാരെയും ഉണ്ടെങ്കിലും ഒന്ന് അഭിപ്രായം പറയണേ. എന്തായാലും ഞാൻ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും. ബൈ.